ശബരിമല മാസ്റ്റർ പ്ലാൻ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അടുത്ത മണ്ഡലകാലത്തിനുള്ള മുന്നൊരുക്കം ഫെബ്രുവരിയിൽ തുടങ്ങും. ശബരിമലയിലെ അന്നദാനത്തിലെ വിഭവമായി പുലാവും സാമ്പാറും മാറ്റുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വാക്കുകൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. പപ്പടവും പായസവും ചേർന്നുള്ള കേരളീയ സദ്യ കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചയ്ക്ക് പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടൊരു മെനു അവിടെ നിലവിലിരുന്നു. അത് ഏതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കണം. അടുത്ത വർഷത്തെ ശബരിമല പ്രിപ്പറേഷൻ ഫെബ്രുവരി 1 നമ്മൾ അടുത്ത വർഷത്തെ പരിപാടി തുടങ്ങും. അതിന് മുന്നോടിയായിട്ടാണ് ഈ തയ്യാറെടുപ്പെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശബരിമല അന്നദാനത്തിന് കേരളീയ സദ്യ ഒരുക്കുമെന്നാണ് കെ ജയകുമാർ പറഞ്ഞത്. പപ്പടവും പായസവും ഒക്കെ ചേർന്നുള്ള സദ്യയായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ഭക്തർക്ക് ഒക്കെ നൽകുക. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് ഈവനിങ്. കെ ജയകുമാർ വന്ന് ആകെ മാറ്റുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ വിഭവങ്ങളടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ പരിഷ്കരണമാണോ അദ്ദേഹത്തിന്റെ മനസ്സിൽ? ശബരിമലയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ച് ആഹാരം കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഇവിടെ പ്രത്യേക മെസ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ മണ്ഡലമകരകളൊക്കെ തീർത്ഥാടന കാലത്ത് എല്ലാ ദിവസവും ഈ ശബരിമല തീർത്ഥാടകർക്കെല്ലാം സൗജന്യമായി തന്നെ ഭക്ഷണ വിതരണമുണ്ട്. അത് പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ചായ, കാപ്പി, ലഘുഭക്ഷണം അതെല്ലാം ആവശ്യത്തിന് തന്നെ സന്നിധാനത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ഭക്തർക്ക് അത് വലിയ പ്രയോജനപ്രദമാണ്. കാരണം നമുക്കറിയാം സന്നിധാനത്ത് ഇവിടെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്, ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും വില അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകർക്ക് ഇവിടെ കയറി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ചിലവ് കൂടുതലുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു മെസ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് തീർത്ഥാടകരെ സംബന്ധിച്ച് വലിയ പ്രയോജനപ്രദമാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടുതൽ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ വരുത്തും എന്നുള്ളതാണ്. മാറ്റങ്ങളോടുള്ള പ്രതികരണങ്ങൾ അടക്കം നമുക്ക് ചോദിക്കുകയും വേണം.